ക്യാര മിയ ഐസൻ. ഇന്നലെ വരെ നിങ്ങൾ എന്നെ കണ്ടത് ന്യൂസി മോർണിംഗിന്റെ വിർച്വൽ ഓഗ്മെന്റഡ് റിയാലിറ്റി സെറ്റിൽ നിന്നായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ നിൽക്കുന്നത് എനിക്ക് കുറച്ചുകൂടി പരിചയമുള്ള ഒരു സ്ഥലത്താണ്. കഴിഞ്ഞ 2 മാസം മുൻപ് വരെ ഇതായിരുന്നു എൻ്റെ ലോകം. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. ഒരു TV ഹോസ്റ്റലിലേക്ക് ഞാൻ എത്തുന്നതിന് മുൻപുള്ള എൻ്റെ യാത്ര ആരംഭിച്ചത് ഈ റേഡിയോ സ്റ്റേഷനിൽ നിന്നായിരുന്നു. ഈ മൈക്കിന് മുൻപിൽ നിന്നുകൊണ്ടാണ് ആദ്യമായി ക്യാമറ നോക്കി ഫ്രീസ് ആവാണ്ട് ഓക്കെ ലെറ്റ്സ് ഡു ദിസ്, ഐ വോണ്ട് ദിസ് എന്നുള്ളൊരു സംഭവമൊക്കെ ഞാൻ ആദ്യമായി തിരിച്ചറിയുന്നത്. അന്ന് അതൊരു ക്യാമ്പസ് റേഡിയോ സ്റ്റേഷൻ മാത്രമായിരുന്നു. പക്ഷെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജേർണിയിലെ തന്നെ ആദ്യത്തെ സ്റ്റേഷനായിരുന്നു ഇത്. എൻ്റെ ശബ്ദം ഞാൻ ആദ്യമായി കണ്ടെത്തിയ ഇടം. എന്താവണം, എങ്ങനെ ആവണം എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളിലൂടെ കടന്നു പോകുന്ന യുവത്വങ്ങളുടെ ഇടയിലേക്കാണ് ഇപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഞാൻ എത്തുന്നത്. ഇന്ന് ഓഗസ്റ്റ് 12, ഇന്റർനാഷണൽ യൂത്ത് ഡേ. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് യുവത്വങ്ങളുടെ ഇടയിലേക്ക് പോയാലോ? എടാ, നമ്മുടെ ഈ ഒരു ജനറേഷനിൽ വാട്ട് ഡു യു തിങ്ക്, സ്കില്ലാണോ അതോ ഡിഗ്രി ആണോ ഇമ്പോർട്ടൻറ്റ്? രണ്ടും ഇമ്പോർട്ടൻ്റ് അല്ലേ? ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് ഡിഗ്രി ബേസിക് ക്വാളിഫിക്കേഷൻ ആണല്ലോ. ബേസിക് ക്വാളിഫിക്കേഷൻ ഇല്ലാണ്ട് ഒരു ജോലി കിട്ടില്ല. പക്ഷെ ജോലിക്ക് നിലനിൽപ്പ് വേണമെങ്കിൽ അത്യാവശ്യം നല്ല സ്കിൽഡ് ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ സ്കില്ലാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. കാരണം ഇപ്പം നമുക്കൊരു ഡിഗ്രി ഉണ്ടായാൽ പോലും നമുക്ക് പലർക്കും ജോലി കിട്ടാതെ അല്ലെങ്കിൽ നമ്മൾ ജോബ്ലെസ് ആയിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് നമുക്ക് ചുറ്റിലും കാണാൻ പറ്റുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നമ്മൾ നല്ല സ്കിൽഡ് ആണെങ്കിൽ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് ജോബും കിട്ടും. അല്ലെങ്കിൽ ആർക്കും നമ്മളെ അതിൽ നിന്ന് ഒഴിവാക്കാനോ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാനോ പറ്റില്ല. സോ എൻ്റെ ഒരു ഒപ്പീനിയനിൽ സ്കില്ലാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സ്കില്ലാണ് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് എന്താ പറയാനുള്ളത്, സ്കില്ലാണോ ഡിഗ്രി ആണോ ഇമ്പോർട്ടൻറ്റ്? ഇപ്പോഴത്തെ നമ്മുടെ ഒരു സിസ്റ്റം വെച്ച് നോക്കുവാണെങ്കിൽ ശരിക്കും ഡിഗ്രിയാണ് ഇപ്പോഴത്തെ സിസ്റ്റത്തിൻ്റെ അക്കോർഡിംഗ്ലി ഇമ്പോർട്ടൻറ്റ്. സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യണം, അതാണ് എല്ലാ കമ്പനീസിലും കയറി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം. പക്ഷേ ഈ ഒരു സിസ്റ്റം നമ്മൾ ഡിസൈൻ ചെയ്തത് കുറച്ച് മാറ്റാനുണ്ട്. എന്നാൽ മാത്രമാണ് സ്കില്ലിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ബട്ട് നമ്മളുടെ ഈ സിസ്റ്റം വെച്ചിട്ട് പറയുകയാണെങ്കിൽ മാത്രമാണ് ഡിഗ്രി. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണെങ്കിൽ സ്കില്ലാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഇൻ കരിയർ. എടാ, അപ്പോൾ ഇന്ന് ഇന്റർനാഷണൽ യൂത്ത് ഡേ ആണ്. നമ്മൾ ജെൻസീസ് ആണല്ലോ. അപ്പോൾ ഒരു ജെൻസി എന്നുള്ള നിലയ്ക്ക് ഈ നാട്ടിൽ നിനക്ക് വന്ന് കാണണം ആഗ്രഹമുള്ള ഒരു ചേഞ്ച് എന്താ? ഐ തിങ്ക് നമുക്ക് കുറച്ചും കൂടി റിഫൈൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മോർ ദാൻ ടെക്സ്റ്റ് ബുക്ക് സ്റ്റഡീസ് അല്ലെങ്കിൽ തിയററ്റിക്കലാണ്, കുറച്ചും കൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള സ്റ്റഡീസ് കൊണ്ടുവരണം. കുറച്ചും കൂടി വൊക്കേഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് വേണം. നമ്മളെ ഗവൺമെൻറ് കോളേജസിനകത്തേക്ക് കുറച്ചും കൂടി ഇപ്പോൾ നമ്മൾ കോളേജിലൊക്കെ എന്തെങ്കിലും ഒരു ഡെവലപ്മെൻ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ലെറ്റർ എഴുതി കുറച്ച് എത്രയോ നാളുകൾ കാത്തുനിന്ന് 5-6 മാസം കാത്തുനിന്നിട്ട് പിന്നെയും റിക്വസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു നടപടി എടുക്കണമെങ്കിൽ തന്നെ ഇത്രയും കുറേ മെനക്കിടണം. അതിനെക്കാട്ടി കുറച്ചും കൂടി സ്പീഡി അപ്രോച്ച്, സ്റ്റുഡൻസിൻ്റെ വോയിസ് കുറച്ചും കൂടി പെട്ടെന്ന് കേട്ട് അതിന് വേണ്ടിയിട്ടുള്ള വേഗം നടപടികൾ എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, നൈസ്. നിനക്കോ എന്താ പറയാനുള്ളത്? ഏകദേശം അതിനകത്ത് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പം എഡ്യൂക്കേഷൻ്റെ കേസ് മാത്രമല്ല, എഡ്യൂക്കേഷൻ ഇസ് ബേസിക്കലി ഫോർ ഒരു ജോബ്. ആ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്ന ഏത് ആംഗിളിലേക്ക് പോകും, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്കൊരു ജോലി വേണമല്ലോ. അപ്പോൾ ഒരു കൺവെൻഷണൽ സ്റ്റൈലുള്ള പഴയ ജോബ്സ് തന്നെ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ കീപ്പപ്പ് ചെയ്ത് പോകാണ്ട് കുറച്ചും കൂടിയും ഇപ്പോഴത്തെ വന്ന ടെക്നോളജിയിലായിക്കോട്ടെ അല്ലാണ്ട് സൊസൈറ്റിയിൽ വന്ന മാറ്റങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ ഗവൺമെൻറ് സൈഡിൽ നിന്നായിക്കോട്ടെ അല്ലാണ്ട് പ്രൈവറ്റ് സെക്ടേഴ്സിനായിക്കോട്ടെ അത് ബിൽഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ പഠിക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പോൾ അത് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഒരു റിക്വയർമെൻറ്റ്. അത് ജെൻസി എന്നല്ല, ഇനിയുള്ളൊരു നെക്സ്റ്റ് ഇതായാലും ജെൻ ആൽഫ ആയാലും അവർക്ക് തന്നെ അത് വേണമല്ലോ, ആവശ്യമുണ്ട്. അതെ, നിങ്ങൾക്ക് എന്താ പറയാനല്ലേ? ഇപ്പം ഇവർ പറഞ്ഞ പോലെ തന്നെ ഈ പുറത്തുള്ള കൺട്രീസിലുള്ളതാണ് ചെറുപ്പത്തിലേ നമ്മൾ ഒരു ഏർണിംഗ് ഉണ്ടാക്കി വരുന്നത്. പക്ഷെ നമ്മൾ പലരും അത് കോളേജ് എത്തിയിട്ടാണ് ഇപ്പം പലരും നമ്മൾ പാർട്ട് ടൈം ജോബിനും അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഇതിന് പകരം ലൈക്ക് കുട്ടികൾ നമ്മുടെ സ്കൂളിൽ എന്താ ഒരു ഹോംവർക്ക് ഉണ്ടാവും, പഠിക്കാനുള്ള സംഭവം ഉണ്ടാവും. ഇതല്ലാണ്ട് അവിടെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് അവിടെ നിന്നേ നമുക്കൊരു കുഞ്ഞ് ഇൻകത്തിനുള്ള ലൈക്ക് ചെറിയ ക്രാഫ്റ്റ് ആണെങ്കിൽ പോലും ചെറിയ കുട്ടികൾക്ക് അതെങ്ങനെ അവരുടെ കഴിവ് പുറത്തോട്ട് എത്തിക്കാന്നുള്ള സംഭവങ്ങൾ അത് ഈ ഒരു നമ്മുടെ തലമുറയിൽ അത് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരണം എന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട്? അപ്പാർട്ട് ഫ്രം എഡ്യൂക്കേഷൻ എനിക്ക് ആഡ് ഓൺ ചെയ്യാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പം കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഡൽഹിയിലെ പ്രൊട്ടസ്റ്റ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കുട്ടികൾ, ഇപ്പോഴത്തെ ജെൻസി കുട്ടികൾ പ്രത്യേകിച്ച്
സമൂഹത്തിൽ തെറ്റ് കണ്ടാൽ അതിന് എതിരെ പ്രതികരിക്കാനും ശരി കണ്ടാൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും പഠിച്ചു വരുന്നുണ്ട് ഇപ്പോൾ. സോ അത് ഇനിയുള്ള കാലത്ത് ഉള്ള കുട്ടികൾക്കും അതിന് ഇമ്പോർട്ടൻസ് എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ആറ്റിറ്റ്യൂഡ് മുന്നോട്ട് ഇനിയും കീപ്പ് ചെയ്യണമെന്നാണ്. ഈ പറഞ്ഞ പോലെ അങ്ങനെയാണ് പല ചേഞ്ചസും നമുക്ക് കൊണ്ടുവരാൻ പറ്റുക. സോ ഭാവിയിൽ ഈ പറഞ്ഞ പോലെ അനീതികൾ നടക്കുമ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല വലിയ ചേഞ്ചസിന് കാരണമാവാൻ അവരുടെ വോയിസസ് റേസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയുന്നത്. ശരി, ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ആൻസർ. നിങ്ങൾക്കോ ഇതിൽ പറയണ്ടോ? ഞാൻ ഇവരോടെല്ലാം യോജിക്കുന്നു. ഓക്കെ, എല്ലാവരോടും യോജിക്കുന്നു. പറയണ്ടോ? കോളേജ് ടൈമൊക്കെ ഒന്ന് കുറച്ച് നന്നായി. ഇത്ര നേരം അറ്റൻഡൻസ് ഇല്ലാത്തൊരു ലോകമാണ് എൻ്റെ. അറ്റൻഡൻസ് ഇല്ലാത്തൊരു 94 ഒക്കെ ഇങ്ങനെ ഒരു റൂമിൽ ഇങ്ങനെ ഇരിക്കുക വെച്ചാൽ അതിന് നല്ലൊരു ഉച്ചകളൊക്കെ ചുമ്മാ കിടന്നുറങ്ങാം അതിൻ്റെ അകത്ത്, വേറെ നടക്കുന്നില്ല. കിടന്നുറങ്ങാൻ മാത്രമല്ല എന്നാലും കുറെ നേരം അതിനകത്ത് ഇരിക്കുക. അറ്റൻഡൻസ് സിസ്റ്റം ഒക്കെ മാറ്റണം എന്നാണ് പറയുന്നത്. അത് IIT NIT നല്ല അത്ര അറ്റൻഡൻസ് വരുന്നില്ലല്ലോ. ശരിയാ, അതെ. എടാ, ഇപ്പോഴത്തെ ഒരു കറന്റ് സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് ഒരു കരിയർ എന്ന് പറയുമ്പോൾ ഇന്ത്യക്കുള്ളിൽ തന്നെ നിൽക്കുന്നതാണോ അതോ ഔട്ട്സൈഡ് ഇന്ത്യ പോകുന്നതാണോ? ഏതാണ് കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നുന്നത്? എനിക്ക് ബെറ്റർ നമ്മളിപ്പോൾ പൊതുവേ ഉള്ളൊരു അഭിപ്രായം എന്ന് വെച്ചാൽ പുറത്ത് പോകണതാണ് നല്ല കരിയറിന് വേണ്ടിയതെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ എൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ നിൽക്കണം എന്നാണ്. കാരണം നമ്മളെല്ലാവരും പുറത്തേക്ക് പോയാൽ പിന്നെ ഇവിടെ ആരും ഉണ്ടാവില്ലല്ലോ. പിന്നെ മാത്രമല്ല നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നല്ല നല്ല അവസരങ്ങൾ വരുന്നുണ്ടല്ലോ. പുതിയ ഓരോരോ കമ്പനീസ് ആണെങ്കിലും സ്റ്റാർട്ടപ്പുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പിന്നെ നമ്മുടെ ഈ നാടും പച്ചപ്പും എല്ലാവരും പറയുന്ന പോലെ ഹരിതാവയും ഇതൊക്കെ വിട്ട് നമുക്ക് പുറത്തേക്ക് പോകാൻ എങ്ങനെ തോന്നുന്നത്? പിന്നെ എനിക്ക് നമ്മൾ ടൂർ പോകുന്ന പോലെ വിസിറ്റ് ചെയ്യാനൊക്കെ പോകാൻ താല്പര്യമാണ്. പക്ഷെ എന്നാലും നമ്മൾ കരിയറായിട്ട് സെറ്റിൽ ചെയ്യാനാണെങ്കിൽ എനിക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ സെറ്റിൽ ചെയ്യാൻ. അങ്ങനെ ആവശ്യത്തിനുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടോ? കാരണം അത് പറഞ്ഞിട്ടാണല്ലോ എല്ലാവരും മെയിൻലി പുറത്ത് പോകുന്നത്. ഇപ്പോൾ കേരളത്തിലെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് കുറവാണ്. പക്ഷേ മൊത്തം ഓൾ ഓവർ ഇന്ത്യ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. സിൻസ് ഐ എം എ ബിടെക് സ്റ്റുഡൻറ്റ്, എനിക്ക് ബിടെക് ആ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഡിപ്പാർട്ട്മെൻറ്റ് ദാറ്റ് ഐ മീൻ. ഇപ്പോൾ ലൈക്ക് ഇലക്ട്രോണിക്സ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് സെറ്റ് ദറ്റ് ഇന്ത്യയിൽ അതിന് നല്ല ഫ്യൂച്ചർ സ്കോപ്പ് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ പഠിക്കുന്ന ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ, കറൻ്റ്ലി ഇന്ത്യയിൽ അതിന് അത്രയ്ക്ക് സ്കോപ്പ് ഇല്ല. അബ്രോഡാണ് ഇൻ സ്കോപ്പ്. സോ ഇറ്റ് ടോട്ടലി ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ബ്രാഞ്ച് യു ആർ ഇൻ ആൻഡ് വാട്ട് യു വാണ്ട് ടു സ്പെഷ്യലൈസ്. സോ അതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇപ്പോൾ ഞാൻ പഠിക്കുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ആസ് എ സിവിൽ എഞ്ചിനീയറിൻ്റെ ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഇന്ത്യയിൽ ബേസിക്കലി വർക്ക് എക്സ്പീരിയൻസ് നമുക്ക് ഇന്ത്യയിൽ തന്നെ ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടും. എന്നാലും ഒരു സാലറി വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിലെ ഓപ്പണിംഗ് ഭയങ്കര ലോ ആണ്. പക്ഷേ ഇപ്പോൾ അറബ് കൺട്രീസിലും അങ്ങോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ലൊരു ഓപ്പണിംഗ് കിട്ടും. പക്ഷെ അവിടെ പണിയുണ്ട് ബേസിക്കലി. നമ്മളിപ്പോ കുറച്ചൊക്കെ യൂത്ത് എന്ന് പറയുമ്പോൾ ലിവ് ഇൻ ദി മൊമെന്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യാറുണ്ട്. വിശ്വസിക്കുന്നില്ലാത്ത ആളാണ്. ശരി, കുറച്ചുകൂടെ ലൈക്ക് ഫ്യൂച്ചർ പ്രാക്ടിക്കലി ആലോചിക്കുന്ന ആളാണ്. ഓക്കെ, അക്ഷയ എന്താ പറയാനുള്ളേ? പേഴ്സണലി പറയുകയാണെങ്കിൽ ഇപ്പം രണ്ടിടത്തായാലും ജോബ് മാർക്കറ്റ് ഉണ്ട്. ഇപ്പം CS ആയതുകൊണ്ട് ലൈക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി കുറച്ച് പുറത്ത് പോകാനും എക്സ്പ്ലോർ ചെയ്യാനും താല്പര്യമുള്ളതുകൊണ്ട് ഐറ്റ് സേ അബ്രോഡ്. ഇപ്പൊ കുറച്ച് മുന്നേ ഒരാൾ പറഞ്ഞു ഇവിടുത്തെ പച്ചപ്പും സംഭവമൊക്കെ വിട്ടുവിട്ട് പോകാൻ പറ്റില്ല, ഫാമിലി എന്നുള്ള ഒരു സാധനം. അല്ലെങ്കിൽ പലരും പുറത്ത് പോകുന്നവർ പറയാറുണ്ട് നാട്ടിൽ നിൽക്കുന്നതാണ് കുറച്ചുകൂടെ സമാധാനപരം എന്നൊക്കെ പറയാറുണ്ട്. സമാധാനം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നാടായിരിക്കും നല്ലത്. പക്ഷേ കുറച്ച് എക്സ്പ്ലോർ ചെയ്യണം, കുറച്ച് വേറെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പ്രോബ്ലി ലൈക്ക് പേഴ്സണൽ ഒപ്പീനിയൻ പുറത്ത് പോയി എക്സ്പ്ലോർ ഒക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ സെറ്റിൽ ചെയ്യാമല്ലോ തിരിച്ചു വന്ന്. അങ്ങനെ എടാ, അപ്പം നമ്മൾ ജെൻസീസ് ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും സ്വപ്നം കാണുന്ന ഒരു ലോകം അല്ലെങ്കിൽ ഒരു ലൈഫ് എന്താ? എല്ലാ ആസ്പെക്ട്സും നോക്കിയിട്ട്. ഇപ്പോൾ ചില രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ഓൾറെഡി എന്താ പറയുക, പഠിത്തത്തിൻ്റെ കൂടെ തന്നെ ഇപ്പം വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ പാർട്ട് ടൈം വർക്ക് എന്ന രീതിയിൽ നമ്മൾ ആ റിയൽ വേൾഡിലോട്ട് ഇൻവോൾവ് ആവുന്നൊരു സിറ്റുവേഷൻ വരാറുണ്ട്. എല്ലാ രാജ്യത്തിലും അങ്ങനെ വരാറുണ്ട്. പക്ഷെ അതിങ്ങനെ ഇന്ത്യയിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ബട്ട് ടെക്നോളജി ഇപ്പോൾ എന്താ പറയുക, ഇന്നുള്ള ടെക്നോളജി എല്ലാം നാളെ പെട്ടെന്ന് ഡെവലപ്പ് ആവുന്നുണ്ട്. പക്ഷെ ആ ഒരു എഡ്യൂക്കേഷൻ്റെ ഇതിലോട്ട് വരുമ്പോൾ അത് ഭയങ്കര ലാഗ് ആവുന്നുണ്ട്. സോ ആ ഒരു സ്പീഡാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ കാര്യത്തിലൊക്കെ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇപ്പോൾ നമ്മളും യൂത്ത്സിനെ സംബന്ധിച്ചിടത്തോളം ജോബ് ഹണ്ടിങ് ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ നമുക്കും അതിൻ്റേതായ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ജോബ് റിലേറ്റഡ് സ്ട്രെസ് ഒന്നും ഇല്ലാത്തൊരു യൂത്ത്, ഈ ജോലിയും സംഭവമൊക്കെ വിട്ടിട്ട് നമ്മളിപ്പോൾ യൂത്ത് സത്യം പറഞ്ഞാൽ ബന്ധങ്ങളുടെ കാര്യത്തിലൊക്കെ ഭയങ്കരമായിട്ട് മാറി വരുന്നുണ്ട്. എക്സ്പെഷ്യലി സിറ്റുവേഷൻഷിപ്സ്, ഹുക്കപ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടയ്ക്ക് ഉള്ള ഒരു ഇതെന്താ, ഒരു വ്യൂ പോയിന്റ് എന്താ? ആഫ്റ്റർ ഓൾ എല്ലാത്തിനും ഒരു ഓപ്പൺ മൈൻഡ് അപ്രോച്ച് ആയിരിക്കണം. ആണ്. ഓക്കെ, നീ സ്വപ്നം കാണുന്ന ഒരു ലോകം എന്താണ്? ഞാൻ ഇവരൊക്കെ പറഞ്ഞ പോലെ നല്ലൊരു ജോലി വീട് വേറെ ജോലി വിടാണ്ട് ആളുകൾ നല്ല കണക്ഷൻ, ഇപ്പോൾ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. അപ്പോൾ അവരായിട്ടുള്ള കണക്ഷൻസ് അതുപോലെ കീപ്പ്. നല്ലൊരു വ്യക്തിയായിട്ട് ജീവിക്കണം, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. നമ്മൾ നല്ലൊരു മനുഷ്യനായിരിക്കണം. തെറ്റ് ശരി എന്താന്നുള്ള യഥാർത്ഥ ബോധം നമുക്ക് വേണം.
എടാ നമ്മുടെ യൂത്തിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് നമ്മുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനൊക്കെയുള്ള, അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്യാനും പ്രതികരിക്കാനും ഒക്കെ ഉള്ളൊരു കഴിവ്. ഇപ്പം തന്നെ ജന്തർ മന്ദറിൽ നടന്ന CJPയുടെ പ്രൊട്ടസ്റ്റ് അതിന് ഭയങ്കര വലിയ എക്സാമ്പിളും ആയിരുന്നു. അതിനോടൊക്കെയുള്ള നിങ്ങളുടെ ഒരു സമീപനം എന്താണ്? ഒരു ഇപ്പോഴത്തെ യൂത്ത് എന്ന നിലയ്ക്ക് പ്രൊട്ടസ്റ്റ് നടന്നത് ഒരു നല്ലൊരു ഇതായിരുന്നു, എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ എനിക്ക് പ്രൊട്ടസ്റ്റിൽ പോകാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനും ചെന്നേനെ. ഒരു യൂത്ത് എന്ന നിലയ്ക്ക് ഇങ്ങനത്തെ പ്രൊട്ടസ്റ്റ് നടത്തുന്നത് നല്ലതാണ്. എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും കാലം നമ്മൾ പ്രൊട്ടസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൊടിയും പിടിച്ച് ഒരു ഫ്ലാഗും വെച്ച്, ലൈക്ക് പ്രൊട്ടസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഇപ്പോൾ കോളേജിലായാലും പുറത്തായാലും ഒരാൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്ട്രൈക്ക് വിളിക്കുന്നു എന്ന് പറയുമ്പോൾ കുറച്ച് മുദ്രാവാക്യങ്ങളും ലൈക്ക് ആ കൈൻഡ് ഓഫ് ആണ് എല്ലാവരും ചിന്തിക്കാം. പക്ഷെ അത് ഫോർ ദ ഫസ്റ്റ് ടൈമാണ് ലൈക്ക് നമ്മൾ പ്രൊട്ടസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നമ്മളൊരു വൈബ്, ഒരു ചിൽ പ്രൊട്ടസ്റ്റ്, ലൈക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ബട്ട് ദ സെയിം വേ ആരെയും ലൈക്ക് ഹ്യൂമിലേറ്റ് ചെയ്യുന്നില്ല, ലൈക്ക് ആരെയും പേഴ്സണലി അറ്റാക്ക് ചെയ്യുന്നില്ല. അതായത് ഫിസിക്കലി, മെൻ്റലി അറ്റാക്ക് ചെയ്യപ്പെടാം, ലൈക്ക് ചെയ്തവർക്ക് മേ ബി മെൻ്റലി ചിലപ്പോൾ അറ്റാക്ഡ് ആയിട്ടുണ്ടാവാം, പക്ഷെ ആരെയും ഫിസിക്കലിയോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഒരാളെ ലൈക്ക് അല്ലെങ്കിൽ ഓഡിയൻസ് ഒരു വയൽ മീൻസ് ആ സാധനം മീൻസ് എന്താ പറയുക, ആ ഒരു സാധനം ഇല്ലാണ്ട് നമ്മൾ ബേസിക്കലി വയലൻസ് ഒന്നും ഇല്ലാണ്ട് ഭയങ്കര ചില്ലായിട്ട് കാര്യങ്ങൾ ചെയ്തു. അതായത് നമുക്ക് ആക്ച്വലി അതാ വേണ്ടത്. നമ്മൾ ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈക്ക് ആശയങ്ങൾ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്, അല്ലാണ്ട് നമ്മൾ ആൾക്കാരെ അറിയിക്കുക ആ ഒരു സാധനമല്ലല്ലോ. നമ്മൾ പേഴ്സണലി ഇപ്പോൾ എൻ്റെ ആശയം എന്താണെന്നുള്ളത് ഞാൻ പറയാം, അത് മീൻസ് പുറത്തേക്ക് കൺവേ ആയിക്കോളും. അതിന് വേണ്ടി നമ്മൾ കുറേ പ്രഹസനങ്ങൾ കാട്ടുകയല്ല ചെയ്യേണ്ടത്. അത് ഈ പ്രൊട്ടസ്റ്റിൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. അതായത് ലൈക്ക് പ്രൊട്ടസ്റ്റിൻ്റെ അനദർ വേ ആണ് ഇത് കാണിച്ചത് ആക്ച്വലി. മീൻസ് അത് നമ്മളെ കൊണ്ടേ പറ്റിയിട്ടുള്ളൂ. പഴയ കാലത്ത് ആൾക്കാർ ഓരോന്ന് കാട്ടിക്കൂട്ടിയത് കണ്ടിട്ട് അതേ വേയിൽ പോവാണ്ട് നമ്മൾ പുതിയതായിട്ട് നമ്മളതായിട്ടുള്ള ഒരു ന്യൂ വേ ഓഫ് പ്രൊട്ടസ്റ്റ് എന്നുള്ളൊരു സാധനം കൊണ്ടുവന്നു. അത് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.